ഹലോ ആർമീസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ BTS 6 മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഷിപ്പിനെ കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഫൺ ആയിട്ട് എടുത്താൽ മതി. ഷിപ്പിംഗ് കൊറിയൻ ഇൻഡസ്ട്രിയുടെ മെയിൻ പാർട്ടാണെന്ന് നമുക്കറിയാമല്ലോ. BTSൽ തന്നെ 15ൽ കൂടുതൽ ഷിപ്പ് ഉണ്ട്. ബട്ട് നമുക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വോട്ട് റാങ്കിങ്ങിൽ വന്ന 6 BTS ഷിപ്പാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ പല ആർട്ടിക്കിൾസും പലതവണ നടന്ന റാങ്കിങ്ങും വെച്ചാണ് നമ്മൾ ആദ്യത്തെ 6 മെയിൻ ഷിപ്പിനെ കുറിച്ച് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇവരുടെ ഷിപ്പ്, ഫാക്ട്സ്, സിമിലാരിറ്റീസ്, ഡിഫറൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഷിപ്പിനും പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. അതിലുള്ള ലിസ്റ്റ് രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പുറകിൽ നിന്ന് 6 to 1 എന്ന രീതിയിലാണ് ഈ വീഡിയോ. നമുക്ക് എന്തായാലും തുടങ്ങാം. റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തുള്ളത് നംജിൻ ആണ്. ഇത് ജിന്നും RM തമ്മിലുള്ള ഷിപ്പാണ്. ഈ ഷിപ്പിന്റെ അതർ നെയിംസ് ജിൻജൂൺ, ജൂൺജിൻ, റാപ്ജിൻ, RJ എന്നാണ്. ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്തത് 2011ന്റെ തുടക്കത്തിലാണ്. ജിന്നിനും RMനും ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പിലുണ്ട്. ലീഡർ എന്ന നിലയിൽ തുടക്കത്തിൽ RMന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി തോളിലുണ്ടായിരുന്നു. ആ സമയത്ത് എൽഡസ്റ്റ് മെമ്പർ എന്ന നിലയിൽ യങ്ങർ മെമ്പേഴ്സിനെ ടേക്ക് കെയർ ചെയ്തത് ജിൻ ആയിരുന്നു. സോ ഇവർ രണ്ടുപേരും ഒരേപോലെ റെസ്പോൺസിബിൾ ആയാണ് നിന്നത്. മുൻകാലങ്ങളിൽ ആർമീസ് അവരുടെ മറ്റ് മെമ്പേഴ്സിനോടുള്ള കെയറിംഗ് സ്വഭാവം കാരണം അവരെ BTSന്റെ പേരൻസ് എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. അടുത്തത് ഇവരുടെ സിമിലാരിറ്റീസ് നോക്കാം. ഇവർ രണ്ടുപേരും ഹയുങ് ലൈനിലാണ്. രണ്ടുപേരുടെയും ഫാമിലി നെയിം കിം എന്നാണ്. ഇവർക്ക് ഒരേപോലത്തെ ഒരുപാട് എക്സ്പെൻസീവ് വാച്ചസ് ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ മിൻ ചോക്കോ ഫ്ലേവറിനെ ഹേറ്റ് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ ജിൻ ജനിച്ചത് 1992ലും RM 1994ലുമാണ്. ജിൻ വോക്കലിസ്റ്റും വിഷ്വലുമാണ്. RM ആകട്ടെ റാപ്പറും ലീഡറും. RMന് ഒരു യങ്ങർ സിസ്റ്റർ ആണ് ഉള്ളത്. ജിന്നിനാണെങ്കിൽ ഓൾഡർ ബ്രദറും. ജിൻ എക്സ്ട്രോവേർട്ടും RM ആംബിവേർട്ടുമാണ്. ഇനി നമുക്ക് ഇവരുടെ കുറച്ച് ഫാക്ട്സ് നോക്കിയാലോ. സ്കൂൾ ഓഫ് ടിയേഴ്സും അഡൽട്ട് ചൈൽഡും ഷുഗയുടെ കൂടെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. 2016 എപ്പിസോഡ് 863 SBS-ൽ ഇവർ സ്പെഷ്യൽ ഹോസ്റ്റായി ഒരുമിച്ച് വന്നിട്ടുണ്ട്. ജിൻ ഒരു ഇന്റർവ്യൂവിൽ RM ആണ് തന്റെ സെലിബ്രിറ്റി ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2018 ഏപ്രിൽ ഫൂളിന് ജിമ്മിന് ഒരു ഫേക്ക് ആർട്ടിക്കിൾ ഇറക്കിയിട്ട് RMും ജിന്നും 1 year ആയി ടുഗദർ ആണ് എന്ന് ഇട്ടു. കരിയറിന്റെ തുടക്കത്തിൽ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. ബട്ട് ആർമീസ് അന്ന് അവരെ ഡിഫെൻഡ് ചെയ്തു. ഇയർ ബൈ ഇയർ അവരുടെ രണ്ടുപേരുടെയും ഡാൻസ് സ്കിൽ ഇംപ്രൂവ് ചെയ്തു. അതിനുശേഷം നംജിൻ ബെസ്റ്റ് ഡാൻസർ, നംജിൻ വി ലവ് യു 3000 എന്ന ടോപ്പിക് ട്വിറ്ററിൽ ട്രെൻഡ് ആയിരുന്നു. അടുത്തത് 5th റാങ്കിലുള്ളത് സോപ്പ് ആണ്. അടുത്ത ഷിപ്പാണ് സോപ്പ് അഥവാ ഷുഗ പ്ലസ് ജെഹോപ്പ് ഇസിക്കൽ ടു സോപ്പ്. ഇവരുടെ ഷിപ്പിന്റെ അതർ നെയിംസ് യുങ് സിയോക്, യൂൺ ഹോപ്പ്, ഇൻട്രോവേർട്ട് ഇൻറ്റു എക്സ്ട്രോവേർട്ട് എന്നൊക്കെയാണ്. ജെഹോപ്പും ഷുഗയും മീറ്റ് ചെയ്തത് 2010ലാണ്. ഷുഗയുടെ ചിയർഫുൾ സൈഡ് പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ജെഹോപ്പിനെ കൊണ്ടേ സാധിക്കൂ. കൂടാതെ ജെഹോപ്പിന്റെ ക്രേസി എനർജി കാമാക്കാൻ യൂങ്ങിക്കും പറ്റും. സോ ഇവർ രണ്ടുപേരും ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു. ഇനി ഇവരുടെ സിമിലാരിറ്റീസ് നോക്കിയാലോ. രണ്ടുപേരും റാപ്പ് ലൈനിൽ ഉള്ളവരാണ്. മാത്രമല്ല ഹൈയിങ് ലൈനിലും ഇവരുണ്ട്. ഷുഗയും ജെഹോപ്പും അവരുടെ ഫാമിലിയിലെ ഇളയവരാണ്. ഇവരുടെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഷുഗ ജനിച്ചത് 1993ലും ജെഹോപ്പ് 1994ലുമാണ്. യുങ്കിക്ക് ഒരു ഓൾഡർ ബ്രദറും ജെഹോപ്പിന് ഒരു ഓൾഡർ സിസ്റ്ററുമാണ് ഉള്ളത്. നമുക്കറിയാലോ ഷുഗ ഇൻട്രോവേർട്ട് ആണ്. കൂടാതെ കുറച്ച് ഷൈനസും ഉള്ളയാളാണ്. ഇതിന്റെ വിപരീതമാണ് ഹോബി, ഏറ്റവും ലൗഡസ്റ്റും എക്സ്ട്രോവേർട്ടും. ഇനി ഇവരുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഷുഗയാണ് സോപ്പ് എന്ന നെയിം സജസ്റ്റ് ചെയ്തത്. BTS ബോൺ വോയേജ് സീസൺ 2ൽ ജെഹോപ്പ് ഷുഗയ്ക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ആർമി സിപ്പിൽ ജെഹോപ്പ് ഷുഗയോട് പറഞ്ഞിരുന്നു സോപ്പ് ഫോർ എവർ എന്ന്. അടുത്തത് 4th റാങ്കിങ്ങിലുള്ളത് യൂമിൻ ആണ്. ഇത് ഷുഗയും ജിമ്മിനും തമ്മിലുള്ള ഷിപ്പാണ്. ഇവരുടെ ഷിപ്പിന്റെ അനദർ നെയിം യൂമിൻ, ജിഗി എന്നൊക്കെയാണ്. ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്തത് 2012ലാണ്. ജിമ്മിൻ നാച്ചുറലി വളരെ കെയറിംഗ് ടെൻഡൻസി ഉള്ള ആളാണ്. കൂടാതെ മോർ ടച്ചിയുമാണ്. ബട്ട് ഷുഗ അഫക്ഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറവാണ്. ഇവർ രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണെങ്കിലും ഇവരുടെ ഷിപ്പ് ശ്രദ്ധേയമാണ്. അടുത്തത് നമുക്ക് സിമിലാരിറ്റി നോക്കാം. രണ്ടുപേർക്കും പിയേഴ്സിംഗ്സ് ഉണ്ട്. രണ്ടുപേരും ഗ്രൂപ്പിലെ ഷോർട്ടസ്റ്റ് മെമ്പേഴ്സ് ആണ്. രണ്ടുപേരും ക്വയറ്റ് ആണ് ബട്ട് ഒരുമിച്ചുള്ളപ്പോൾ. ഡിഫറൻസ് ഷുഗ 1993ലാണ് ജനിച്ചത്. ജിമ്മിൻ 1995ലും. ജിമ്മിൻ ബുസാനിലും ഷുഗ ഡൈഗുവിലുമാണ് ജനിച്ചത്. ജിമ്മിൻ വോക്കലിസ്റ്റും ഷുഗ റാപ്പറുമാണ്. ഷുഗയുടെ ഹൈറ്റ് 174 സെന്റിമീറ്ററും ജിമ്മിന്റെ 173 സെന്റിമീറ്ററുമാണ്. അടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. 3rd മസ്റ്ററിൽ ഇവർ ടോണി മോണ്ടാന ഒരുമിച്ച് പാടിയിട്ടുണ്ട്. റൺ BTS എപ്പിസോഡ് 29ൽ ഷുഗ ജിമ്മിനെയാണ് പാർട്ണറായി തിരഞ്ഞെടുത്തത്. ഗ്രൂപ്പിൽ ഷുഗയ്ക്ക് ജിമ്മിന്റെ വോയിസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ജിമ്മിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ഒരു സബ് യൂണിറ്റ് ഇറക്കിയാൽ അതിന്റെ നെയിം മിനി എന്നാവും. അവരുടെ ഹൈറ്റ് ആണ് ജിമ്മിന് ഉദ്ദേശിച്ചത്. അടുത്തത് 3rd റാങ്കിങ്ങിലുള്ളത് വിമിൻ ആണ്. വിയും ജിമ്മിനും തമ്മിലുള്ള ഷിപ്പാണ്.
ഇവരുടെ ഷിപ്പിന്റെ അതർ നെയിംസ് 95 ലൈൻസ്, ടൈമിൻ, സോൾമേറ്റ്, മിൻവി എന്നൊക്കെയാണ്. ഫസ്റ്റ് മീറ്റ് ചെയ്തത് 2012ന്റെ തുടക്കത്തിലാണ്. ജിമ്മിന്റെയും വിയുടെയും BTSലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. ഇവർ തന്നെ ഇരുവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് മിലിറ്ററിയിൽ പോകണമെന്നും ഒരുപാട് ട്രിപ്പ് ഒരുമിച്ച് ക്യാമറ പ്രസൻസ് ഇല്ലാതെ തന്നെ പോകണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ എപ്പോഴും ഒരുമിച്ച് നിൽക്കാറുണ്ട്. അടുത്ത ഇവരുടെ കുറച്ച് സിമിലാരിറ്റീസ് നോക്കാം. രണ്ടുപേരും വോക്കൽ ലൈനും മക്കനെ ലൈനും ഡാൻസ് ലൈനുമാണ്. രണ്ടുപേരും ജനിച്ചത് 1995ലാണ്. രണ്ടുപേരുടെയും ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. കൂടാതെ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വി ഒരു ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ബട്ട് ജിമ്മിന് അഭിനയിച്ചിട്ടില്ല. വിക്ക് ഒരു ഡോഗ് ഉണ്ട്, ജിമ്മിനില്ല. ജിമ്മിൻ ഒക്ടോബറിലും വി ഡിസംബറിലുമാണ് ജനിച്ചത്. ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് എന്ന ഒരു സോങ് തന്നെയുണ്ട്. കൂടാതെ ഒരുപാട് റൺ എപ്പിസോഡുകളിൽ അവർ പെയർ ആയിട്ടുണ്ട്. 2021 ഗ്ലോബൽ സൈബർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരുവരും മാസ്റ്റർ ഡിഗ്രിയിൽ ഗ്രാജുവേറ്റ് ആയിരുന്നു. റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ളത് ജീകുക്ക് ആണ്. ഇത് ജിമ്മിന്റെയും ജങ്കുക്കിന്റെയും ഷിപ്പ് നെയിം ആണ്. അതർ നെയിംസ് കുക്മിൻ, ബുസാൻ ലൈൻ. ഇവർ മീറ്റ് ചെയ്തത് 2012ലാണ്. ജങ്കുക്കും ജിമ്മിനും വളരെ ക്ലോസ് ആണ്. യങ്ങസ്റ്റ് മെമ്പർ ആയ ഇവർ എപ്പോഴും കൂടുതൽ വികൃതികളും എനർജറ്റിക്കും ലൗഡുമാണ്. ജിമ്മിനെ കളിയാക്കുന്നതിൽ ജങ്കുക്ക് പലപ്പോഴും വലിയ സന്തോഷം കണ്ടെത്താറുണ്ട്, പ്രത്യേകിച്ച് ഹൈറ്റിന്റെ പേരിൽ. സിമിലാരിറ്റീസ് രണ്ടുപേരും വോക്കൽ ലൈൻ, ഡാൻസ് ലൈൻ, മക്കനെ ലൈൻ എന്നിവയിലാണ്. രണ്ടുപേർക്കും പിയേഴ്സിംഗ്സ് ഉണ്ട്. രണ്ടുപേരും അവരുടെ റിയൽ നെയിം തന്നെയാണ് സ്റ്റേജ് നെയിമായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇൻട്രോവേർട്ടും കൂടുതൽ ഷൈയുമാണ്. രണ്ടുപേരും പെട്ടെന്ന് കരയുന്നവരാണ്. ഇവർ രണ്ടാളും ബുസാനിൽ നിന്നുള്ളവരുമാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ജിമ്മിൻ 1995ലും ജങ്കുക്ക് 1997ലുമാണ് ജനിച്ചത്. ജിമ്മിൻ BTSലെ ലീഡ് വോക്കലിസ്റ്റും ജങ്കുക്ക് മെയിൻ വോക്കലിസ്റ്റുമാണ്. ജങ്കുക്ക് ഹൈയുങ് ആയ ജിമ്മിനേക്കാൾ 5 സെന്റിമീറ്റർ ടാളറാണ്. ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ 2017 BTS ഫെസ്റ്റയ്ക്ക് ഇവർ രണ്ടുപേരും വി ഡോണ്ട് ടോക്ക് എനിമോർ സോങ് കവർ ചെയ്തിരുന്നു. 2017 തന്നെ ജങ്കുക്ക് ജിമ്മിനുമായി ഒരുമിച്ച് ജപ്പാനിൽ പോകാൻ ടിക്കറ്റ് വാങ്ങിയിരുന്നു. ബോൺ വോയേജ് സീസൺ 3ൽ ഇവർ ഒരുമിച്ച് ഹെന്ന ടാറ്റു ചെയ്തിരുന്നു. ഇവർ ഒരുമിച്ച് ഒരുപാട് ഡാൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഇവർ ആറുഷ്വർ ഷോയിൽ ഒരുമിച്ചായിരുന്നു. അടുത്തത് റാങ്കിങ്ങിൽ ഫസ്റ്റ് ഏതാ നോക്കാം. ഫസ്റ്റ് റാങ്കിങ്ങിലുള്ളത് വീകുക്ക് ആണ്. വീകുക്ക് ഓൾമോസ്റ്റ് K-പോപ്പിൽ ഉടനീളം മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഷിപ്പിൽ ഒന്നാണ്. വീകുക്ക് അഥവാ തേകുക്ക്, അതർ നെയിംസ് കുക്ക് വി, തായ്കുക്ക് എന്നൊക്കെയാണ്. ഇരുവരും കണ്ടുമുട്ടിയത് 2011ലാണ്. രണ്ടുപേരും ഗ്രൂപ്പിലെ ചീക്കിയസ്റ്റ് മെമ്പർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇരുവരും ക്ലോസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. വിയും ജങ്കുക്കും BTSലെ യങ്ങസ്റ്റ് അല്ലെങ്കിൽ മക്കനെ ലൈനിലുള്ളവരാണ്. ഇവരുടെ സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും വോക്കൽ ലൈൻ, മക്കനെ ലൈൻ, ഡാൻസ് ലൈനിലുള്ളവരാണ്. രണ്ടുപേർക്കും ഇയർ പിയേഴ്സിംഗ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നു. കൂടാതെ ഇവർ പലതവണ പെയിന്റിങ്സിലുള്ള കമ്പം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രിയിൽ വീഡിയോ ഗെയിം കളിക്കുന്നത് രണ്ടുപേരുടെയും ഹോബിയാണ്. രണ്ടുപേരും കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉള്ളവരാണ്. അത് നമ്മൾ പലതവണ റൺ BTS എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വി ജനിച്ചത് 1995ലും ജങ്കുക്ക് 1997ലുമാണ്. വി വോക്കലിസ്റ്റും ജങ്കുക്ക് മെയിൻ വോക്കലിസ്റ്റുമാണ്. ജങ്കുക്ക് ബുസാനിലും വി ഡാഗുവിലുമാണ് ജനിച്ചത്. അടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കാം. ജങ്കുക്ക് ഒരു തവണ BTS ബാൻഡ് സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ജങ്കുക്ക് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, പക്ഷേ ആ ഷെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് വി ആണ് എന്ന്. കൂടാതെ തായ്കുക്ക് എന്ന പേര് ഇവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. വി ഒരു തവണ വി ലൈവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ജങ്കുക്കും ഞാനും അങ്ങനെ അടി ഉണ്ടാക്കാറില്ല, ബട്ട് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് വഴക്ക് കേൾക്കാറുണ്ട് എന്ന്. വി ബിലീവ് ചെയ്യുന്നത് ജങ്കുക്കാണ് മോസ്റ്റ് ഹാൻസം മാൻ എന്നും. കൂടാതെ ഇവർ പെൺകുട്ടികളാണെങ്കിൽ എല്ലാ അംഗങ്ങളിലും വെച്ച് ഏറ്റവും പ്രിറ്റിയസ്റ്റ് ജങ്കുക്ക് ആയിരിക്കുമെന്ന് വി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വിയുടെ സ്റ്റോറിയിൽ ജങ്കുക്കുമായുള്ള ഫോട്ടോയിൽ കഴിഞ്ഞിടെ സോ പ്രിറ്റി ഐ കുഡ് ഡൈ എന്ന് ക്യാപ്ഷൻ ഇട്ടിരുന്നു. BTSന്റെ ഫ്രണ്ട്ഷിപ്പ് വളരെ ട്രൂ ആണ്. ഇവർ 7 പേരും തമ്മിൽ സ്ട്രോങ് കണക്ഷൻ ആണ് ഉള്ളത്. 11 ഇയേഴ്സിൽ കൂടുതലുള്ള ബന്ധമാണ് ഇവരെല്ലാം തമ്മിൽ. എന്തായാലും ഇതുപോലെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ.